അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി, നോമ്പായിട്ട് അങ്ങനെ മടിച്ചു നിന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നോമ്പിനെ കുറിച്ച് നോക്കട്ടെ. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം നോമ്പിനെ കുറിച്ച് പ്രവാചകൻ എന്തൊക്കെ പറഞ്ഞു, ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അല്ലാതെ അതിനെക്കുറിച്ചുള്ള വൈദ്യശാസ്ത്രപരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളല്ല. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് അടിച്ചെടുത്താൽ കിട്ടുന്നതാണ്. നോമ്പുമായി ബന്ധപ്പെട്ട ആരോഗ്യശാസ്ത്രം. ഞാൻ പ്രവാചകൻ എന്തൊക്കെയാണ് ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെ, ഇതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ തന്നെയുണ്ട്. എന്നിരുന്നാലും അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ എന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കൊന്നുകൂടി ശ്രവിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി. ഒരാൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊള്ള എന്ന് പറഞ്ഞാൽ ലോകമാന്യത്തിന് വേണ്ടിയല്ല എന്നർത്ഥം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല, ഞാനൊരു നോമ്പുകാരനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയല്ല, അവൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചു. വഹ്തിസാബൻ, അതുവഴി എനിക്ക് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ മുമ്പ് ചെയ്ത ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും. വേറെ ഹദീസിലുണ്ട്, വൻദോഷങ്ങൾ ഒഴികെ കേട്ടോ. ഓക്കെ, അടുത്ത ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ജാ റമളാൻ മാസമായി കഴിഞ്ഞാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടും. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടുകയും ചെയ്യും. വസുഫിദത്തി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുകയും ചെയ്യും. അടുത്തൊരു ഹദീസ്, സലാസ ലാ യറുദ്ദു ദഅവതുഹും അസ്സായിം ഹത്താ യുഫ്തിർ വൽ ഇമാം അൽ ആദിൽ വദഅവത്തുൽ മദ്ലൂം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. എന്താണ്? 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല, അത് സ്വീകരിക്കും എന്നർത്ഥം. ആരാണ് ആ 3 വിഭാഗം ആളുകൾ? ഒന്നാമത്തത് അസ്വായിം, നോമ്പുകാരൻ. ഹത്താ യുഫ്തർ, നോമ്പുകാരൻ നോമ്പനുഷ്ഠിച്ച്, അഥവാ സുബഹി മുതൽ മഗ്രിബ് വരെയാണല്ലോ നോമ്പ്. അതിൻ്റെ ഇടയിൽ അവൻ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും, അത് തട്ടിക്കളയുകയില്ല, അതിന് തിരസ്കരിക്കുകയില്ല, റിജക്റ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. അപ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പിന്നെ വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഇങ്ങനെ 3 ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തിരസ്കരിക്കുകയില്ല. മറ്റൊരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉംറത്തും ഫി റമളാൻ തഅദിലു ഹജ്ജ. ഒരാൾ റമളാനിൽ ഒരു ഉംറ ചെയ്തു, അത് ഒരു ഹജ്ജ് ചെയ്ത കൂലി അതിന് ലഭിക്കും എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മഹത്വങ്ങൾ, അതിൻ്റെ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നോമ്പ് നോറ്റാൽ അതിനൊരുപാട് പ്രതിഫലം അള്ളാഹുവിൻ്റെ പക്കൽ നമുക്ക് കിട്ടും. നമുക്ക് അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖുദ്സി ഹദീസിലൂടെ പറഞ്ഞു, അസ്സൗമു ലീ വ അൻ അജ്സി ബിഹി. അള്ളാഹു പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് ഇതിന് പ്രതിഫലം കൊടുക്കുന്നത്. മറ്റുള്ള ആരാധന അതും അള്ളാഹ്ക്കുള്ളത് തന്നെയാണ്. പക്ഷേ
മറ്റുള്ള ആരാധനകളിലും ഈ ആരാധനയും തമ്മിലുള്ള മാറ്റം എന്താണ്? മറ്റുള്ള ആരാധനകൾ പിന്നെ ലോകമാനത്തിന് വേണ്ടി ചെയ്യാനും കഴിയും അല്ലേ, മറ്റൊരാൾ കാണാൻ വേണ്ടി ചെയ്യാനും കഴിയും. ഈ നോമ്പ് ചെയ്യാൻ കഴിയില്ല. അത് അവനും അള്ളാഹും തമ്മിലുള്ള അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധം. അവർക്ക് രണ്ടാൾക്കും മാത്രമേ അത് സംഭവം അറിയുള്ളൂ, നോമ്പുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അസ്സോമുലി വ അനാജസി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. ഇനി നമുക്കൊരു കാര്യം ചിന്തിക്കാം. എന്തിനാണിപ്പോൾ നമ്മളെ ഇങ്ങനെ അള്ളാഹു കഷ്ടപ്പെടുത്തുന്നത്? കഷ്ടപ്പെടുത്തുക പറഞ്ഞാൽ പച്ച വെള്ളം പോലും കുടിക്കാൻ പാടില്ലല്ലോ. പിന്നെ സുബഹി മുതൽ മഗ്രിബ് വരെ പച്ചവെള്ളം പോലും കുടിക്കാൻ പാടില്ല. നമുക്കറിയാം, നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്? സത്യത്തിലെ കഷ്ടപ്പാട് തന്നെയാണ്. കഷ്ടപ്പാടല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. കഷ്ടപ്പാട് തന്നെയാണ്, പ്രയാസം തന്നെയാണ് അല്ലേ. പച്ചവെള്ളം പോലും കുടിക്കാതെ ഇത്രയും സമയം നിൽക്കുക എന്ന് പറയാം, ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസം തന്നെയാണ്. ഏതൊരു മനുഷ്യനും പ്രയാസമാണ്. അപ്പോൾ എന്തിനാണ് നമ്മളെ ഇങ്ങനെ അള്ളാഹു കഷ്ടപ്പെടുത്തുന്നത്? അതിന് ഈ നോമ്പ് കൊണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതായത് അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം, അള്ളാഹ്ക്ക് ഇപ്പോൾ അതുകൊണ്ടൊന്നും കിട്ടൂല. നമ്മൾ നോമ്പ് നോറ്റാലും നോട്ടില്ലെങ്കിലും അള്ളാഹ്ക്ക് അതൊരു കുഴപ്പമില്ല അല്ലേ. പിന്നെ നമുക്ക് തന്നെയാണ് നേട്ടം. അപ്പോൾ അപ്പോൾ അവിടെയുള്ള പ്രധാന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ, രാജാവ്, സൃഷ്ടാവ്, ദൈവം. അവനൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അത് തന്നെ അതിൻ്റെ മെയിൻ അടിസ്ഥാനപരമായ കാര്യം. അള്ളാഹു നമ്മളോട് പ്രഭാതം മുതൽ പ്രദോഷം വരെ പച്ചവെള്ളം പോലും നിങ്ങൾ കുടിക്കരുത്, ഒരു ഭക്ഷണം നിങ്ങൾ കഴിക്കരുത്, ഒന്നും ഉള്ളിലേക്ക് കടക്കരുത് എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞാൽ അത് അംഗീകരിക്കുക. അടിമകൾക്ക് അതിന് നിർവാഹമുള്ളൂ. നമ്മളൊക്കെ അടിമകളാണ് അള്ളാഹുവിൻ്റെ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക, അതന്നെ, അതിനപ്പുറമില്ല ഇപ്പുറമില്ല. അപ്പം ഇതാണ്, അങ്ങനെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. നാം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹു പല രീതിയിലും പരീക്ഷിക്കും. അതിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് നോമ്പ്. അതല്ലേ പിന്നെ മുൽക്ക് സൂറത്തിൻ്റെ ആദ്യത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. എന്താ പറഞ്ഞത്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഏറ്റവും മഹോന്നതനാണ്, ഉന്നതനാണ്, ഉത്കൃഷ്ടനാണ്. അവൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം കടിഞ്ഞാൺ. ബിയദിഹിൽ മുൽക്ക്, അവൻ്റെ കയ്യിലാണ് ഈ കൗനിൻ്റെ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ചെയ്യാൻ കഴിയുന്നവനാണ് അള്ളാഹു. അവൻ നമ്മളെ പോലെയല്ല എന്നർത്ഥം. എന്താ പറയുന്നത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്തിനാ എനിക്കറിയോ? അത് ചോദിക്കാണ്. എന്തിനാ പറഞ്ഞയച്ചത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങൾ അവിടെ പോയിട്ട് നല്ല അമലുകൾ ചെയ്യുന്നത്, എന്നെ അനുസരിച്ചുകൊണ്ട്, എനിക്ക് വഴിക്കപ്പെട്ടുകൊണ്ട്, എൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും? നാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് പല രീതിയിലും അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അതിൽപ്പെട്ട ഒന്നാകുന്നു നോമ്പ്. മനസ്സിലായോ? പിന്നെ നോമ്പ് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് നേട്ടങ്ങൾ വേറെയുണ്ട്, ഒരുപാട് മഹത്വങ്ങളും വേറെയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോമ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ പരിശുദ്ധമായ റമദാൻ നോമ്പ്
പരിപൂർണമായി നോൽക്കുവാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുവഴി നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. ഇത്ര മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.